ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചുരിദാറിന് നെക്ക് മലയ്ക്കാതിരിക്കാനായിട്ട് കറക്റ്റായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ടിപ്സാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം, ഒപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും യൂസ്ഫുള്ളായ വീഡിയോ ആണ്. അപ്പോൾ മറ്റുള്ള കൂട്ടുകാർക്കും കൂടി ഇത് നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വരയ്ക്കുന്നത് ചുരിദാറിൻ്റെ നെക്കാണ് കേട്ടോ വരയ്ക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ചുരിദാറിൻ്റെ നെക്ക് എടുക്കുമ്പോൾ ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മെറ്റീരിയൽ നാലായിട്ട് ഇടുമ്പോൾ നമ്മൾ കഴുത്തിന് നെക്ക് അകലം കൊടുക്കുന്നത് ഈ ഭാഗത്താണല്ലോ. ഈ ഭാഗത്ത് നമ്മൾ നെക്കിൻ്റെ അകലം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷോൾഡർ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കൈക്കുഴി, അങ്ങനെയാണല്ലോ വരുന്നത്. അതായത് നമ്മൾ നമ്മുടെ നെക്കിൻ്റെ അകലം, അതായത് നെക്ക് വൈഡ് എന്ന് പറയും. അതിനുശേഷം നമുക്ക് ഫുൾ ഷോൾഡർ, അതായത് ഹാഫ് ഷോൾഡർ. നമ്മൾ മടക്കിയിടുമ്പോൾ ഹാഫ് ഷോൾഡറാണ് പിന്നെ വരുന്നത്, ഹാഫ് ഷോൾഡറാണ് പിന്നീട് വരുന്നത്. ഇവിടം തൊട്ട് ഇവിടം വരേക്കും ഹാഫ് ഷോൾഡറാണ് വരുന്നത്. ഓക്കെ, ഇവിടം തൊട്ട് ഇവിടം വരേക്കാണ് നമ്മുടെ നെക്കിൻ്റെ വൈഡ് വരുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങടേക്ക് നമ്മുടെ കൈക്കുഴി വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് സംഭവം അളവുകൾ വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ നെക്കിൻ്റെ മലച്ചു പോകണതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റുള്ള ഷോൾഡർ ആവിലെടുക്കുന്നുണ്ടാവുക, അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള നെക്ക് വൈഡ് ആവിലെടുക്കുന്നുണ്ടാവുക. അതാണ് നെക്ക് കൂടുതലും മലച്ചു പോകുന്നത്. അപ്പോൾ നമ്മൾ നെക്കിന് വൈഡ് എത്ര എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ടുന്ന അളവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2.5 to 3.5 നമ്മൾ നെക്കിന് വൈഡായിട്ട് എടുക്കേണ്ടത്. 2.5 ഇഞ്ച് മുതൽ 3.5 ഇഞ്ച് വരെയാണ് നമ്മൾ നെക്കിന് വൈഡ് കൊടുക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ടേപ്പിൽ ഇഞ്ച് ഭാഗം ഇതാണ് കേട്ടോ. ഓക്കെ, ഇപ്പുറത്തെ ഭാഗം സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ടേപ്പിൽ ഇതാണ് നമ്മുടെ നെക്കിൻ്റെ വൈഡ്. 2.5 ഇഞ്ചാണ് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യേണ്ടത്. 2.5 to 3.5 അത്ര അളവിൻ്റെ ഉള്ളിലാണ് നമ്മൾ സീനിയർ ആയുള്ള സിറ്റിസൺസിനൊക്കെ നമ്മൾ എന്ത് കൊടുക്കുന്നത്, നമ്മൾ നെക്കിന് വൈഡ് കൊടുക്കുന്നത്. കുട്ടികൾക്കാണ് ഇതിന് താഴേക്ക് കൊടുക്കുന്നത്. ഓക്കെ, ഈ ഒരൊറ്റ കാര്യം അറിഞ്ഞിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആളുകൾക്ക് അനുസൃതമായ രീതിയിൽ നമുക്ക് നെക്ക് വൈഡ് എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ നെക്ക് വൈഡിൽ ഈ ഒരു അളവ് നമ്മൾ കൃത്യമായിട്ട് ഉണ്ടായിരുന്നാലും നമ്മൾ എടുക്കുന്ന ഷോൾഡർ ഉണ്ടല്ലോ, ആ ഷോൾഡർ വല്ലാണ്ട് കൂടിപ്പോവുകയും വല്ലാണ്ട് കുറഞ്ഞു പോവുകയും ചെയ്താലും ഈ ഒരു ബുദ്ധിമുട്ട് തന്നെ വരും. അപ്പോൾ നമ്മുടെ ഈ ഷോൾഡർ എന്ന് പറയുന്ന അളവ് എങ്ങനെ നമ്മൾ എടുക്കേണ്ടത് വെച്ചാൽ ബോഡി മെഷർമെൻറ്റ് വെച്ചിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ അളവ് എത്രയാണോ നമുക്ക് കിട്ടുന്നത് അതിൽ നിന്ന് നമ്മൾ 1.25 ഇഞ്ച് കുറയ്ക്കുക, അല്ലെങ്കിൽ 1.5 ഇഞ്ച് വരെയും കുറയ്ക്കാം. ഓക്കെ, മിനിമം 1.25 ഇഞ്ചും മാക്സിമം 1.5 ഇഞ്ചുമാണ് നമ്മൾ ഫുൾ ബോഡിയിൽ നിന്ന് ഇങ്ങനെ ഈ അറ്റത്ത് നിന്ന് പിടിച്ച് ബാക്ക് ഭാഗത്ത് നിന്ന് നമ്മൾ ചുരിദാറിൻ്റെ, അതായത് ചുരിദാറിൻ്റെ അല്ല, ഡയറക്റ്റ് നമ്മളൊരു വ്യക്തിയുടെ ബാക്ക് സൈഡിൽ നിന്ന് ബാക്ക് ഭാഗത്തു നിന്ന് വേണം നമ്മൾ എടുക്കേണ്ടത്, ഇങ്ങനെ വെച്ചിട്ട് അളവെടുക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു ബാക്ക് സൈഡിൽ നിന്ന് നമുക്കൊരു 15 ഇഞ്ച് അളവ് കിട്ടുന്ന ഒരു വ്യക്തി അങ്ങിരിക്കും, 15 ഇഞ്ച് ഷോൾഡർ കിട്ടിയ ഒരു വ്യക്തി അങ്ങിരിക്കും. നമ്മൾ ആ ഫുൾ ഷോൾഡറിൽ നിന്ന് ഡയറക്റ്റ്ലി 1.25 ഇഞ്ച് കുറയ്ക്കാം. ഇത് 1, ഇത് 1.25. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? ആ വ്യക്തിക്ക് 13.25 കിട്ടി. 13.25 കിട്ടിയ ശേഷം ആ വ്യക്തിയെ പിടിച്ചിട്ട് നമ്മൾ അതിനെ ആ കിട്ടിയ അളവിനെ എടുത്തിട്ട് നമ്മൾ ആ വ്യക്തിയുടെ ആ അളവിന്, നമുക്ക് ആ വ്യക്തിക്ക് എത്രയാണ് കിട്ടിയത്? 13.25 ഇല്ലേ? ബോഡിയിൽ നിന്ന് എടുത്ത അളവാണ്. ആ അളവിന് നമ്മൾ എടുത്ത അളവിൽ നിന്ന് കറക്റ്റ് ഡയറക്റ്റ് നടുമടക്കിയപ്പോൾ എത്ര നമുക്ക് വന്നു? 6.25 ഒരു നൂല്. ഇത് ഒരു പോയിന്റ് ഒരു നൂല് എന്നാ പറയാം കേട്ടോ. 6.25 കഴിഞ്ഞിട്ട് അടുത്തൊരു പോയിന്റിന് ഒരു നൂല് എന്ന് പറയും. 4 ഇഞ്ചിൻ്റെ ഇടയിലുള്ളൊരു ഇതിനെ 4 ഇഞ്ചിൻ്റെ ഇടയിലുള്ളതിനാണ് ഒരു നൂല് എന്ന് പറയുന്നത്. അപ്പോൾ 6.25 ഒരു നൂലാണ് നമുക്ക് കിട്ടിയ ആൻസർ. അപ്പോൾ നമുക്ക് ആ വ്യക്തിക്ക് എടുക്കേണ്ട ഹാഫ് ഷോൾഡർ എന്ന് പറയുന്നത്, നമ്മൾ ചുരിദാർ 4 മടക്കുമ്പോൾ ഹാഫ് ഷോൾഡറിൽ എടുക്കുന്നത്, ആ വ്യക്തിക്ക് നമുക്ക് കിട്ടിയതപ്പോൾ 6.25 ഒരു നൂലാണ്. 6.25 ഒരു പോയിന്റ്, അങ്ങനെ 6.25 ഒരു നൂലാണ് നമുക്കിപ്പോൾ കിട്ടിയത് ആൻസർ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ അതിന് അളവ് എടുക്കേണ്ടത്. അപ്പോൾ പിന്നെ ഈ 2.5 to 3.5 ഓരോരുത്തരുടെ ബോഡി ലാംഗ്വേജ് അനുസരിച്ച് അവരെടുക്കുന്ന വൈഡ് അനുസരിച്ച് നമുക്ക് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ നമ്മൾ ക്യാൻവാസിൽ എടുക്കുമ്പോഴും ക്യാൻവാസ് ഇല്ലാതെ എടുക്കുമ്പോഴും വിത്തൗട്ട് ക്യാൻവാസും തമ്മിൽ 4 ഇഞ്ചിൻ്റെ വ്യത്യാസം കാണിക്കും കേട്ടോ. അപ്പോൾ ക്യാൻവാസിൽ എടുക്കുമ്പോൾ നമ്മൾ കറക്റ്റ് അളവിനെടുക്കാം. വിത്തൗട്ട് ക്യാൻവാസ് ആണെങ്കിൽ, ക്യാൻവാസ് ഇല്ലാണ്ട് നമ്മൾ തയ്ക്കുകയാണെങ്കിൽ 4 ഇഞ്ചിൻ്റെ അളവ് നമുക്ക് എക്സ്ട്രാ കൂടുക ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അളവ് കുറച്ചിട്ട് വേണം നമുക്ക് എന്തായാലും നമ്മൾ എടുക്കുന്ന അളവിനെക്കാട്ടിലും ഒരു 4 ഇഞ്ച് എക്സ്ട്രാ കൂടുമെന്നതോ, അതായത് 2 സൈഡിലേക്കും 4 ഇഞ്ച് കൂടുമ്പോൾ ടോട്ടലി ഹാഫ് ഇഞ്ചസ് അവർക്ക് ക്യാൻവാസ് ഇടാണ്ടിരുന്ന ആ വ്യക്തിക്ക് നെക്ക് വൈഡ് കൂടും. അപ്പോൾ അത് നെക്ക് മലയ്ക്കാൻ കാരണമാക്കും. അപ്പോൾ ഈ ഒരു ടിപ്സ് എല്ലാം യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.